എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാലക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി. പൊതുവേ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഡിഷാണിത്. നമ്മുടെ നാട്ടിലൊന്നും അധികം ആരും അങ്ങനെ ഉണ്ടാക്കാറ് ഞാൻ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. ഡൽഹിയിലെ സമയത്ത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. പാലക്കൊണ്ട് തോറുണ്ടാക്കും, പാലക്കൊണ്ട് ഇറച്ചിയിലൊക്കെ ഇടും. നമുക്കിപ്പോൾ റൈസിലിട്ടിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാം. ബാച്ചിലറായിട്ട് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ 10-15 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വലിയ മെനക്കെട് പിടിച്ച പണിയൊന്നുമില്ല. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കിച്ചണിൽ പോയിട്ട് കാണിച്ചു തരാം. പാലൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് കാറിൽ ഇരുന്നിട്ട് ഒരു ഇൻട്രോ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ കിച്ചണിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം, കഴിച്ചു നോക്കാം. നമ്മൾ പുതിയ കിച്ചണിലോട്ട് മാറിയിരിക്കുന്നത്. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറി നമ്മൾ. ആ വീട്ടിൽ ഇച്ചിരി ലൈറ്റിംഗ് ഇച്ചിരി പ്രോബ്ലമൊക്കെ ഇല്ലാണ്ട് നമ്മൾ ബാക്ക് യാർഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പാലക് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി നല്ലെണ്ണ ഒഴിക്കാം. 2-3 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഓയിലിൽ ഒഴിക്കണ്ട, റീഫൈൻഡ് ഓയിലൊക്കെ വെച്ചാൽ ടേസ്റ്റ് വരില്ല. ഞാൻ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ കടുകെണ്ണയിലേ ഉണ്ടാക്കാറ്. നമുക്ക് കടുകെണ്ണയിൽ അത്ര ടേസ്റ്റ് ഇല്ല. കാരണം നല്ലെണ്ണ 2-3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കതിൽ 1/2 സ്പൂൺ ചെറിയ ജീരകം ഇടാം. ഒരു ചെറിയ 2-3 കഷ്ണം പട്ട ഇടാം. ഒരു 10 ചെറിയ ഏലക്കായ, അതിൻ്റെ 10 ഇട്ട്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 3-4 മതിയായിരിക്കും. പിന്നെ ഈ കറുത്ത ഏലക്കായ ഉണ്ടാവണം, അതിങ്ങനെ പൊളിച്ചിട്ട് ഇടാം. പിന്നെ ക്രാമ്പ് ഒരു 10 ഉണ്ട്. പിന്നെ ബേ ലീഫ് ഒരു 3-4 ചെറിയ കഷ്ണം. അതിട്ട് നല്ലപോലെ ഒന്ന് മണം വരുന്ന വരെ കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് പേസ്റ്റ്. അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ്, 1 മിനിറ്റ് മതിയായിരിക്കും. ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യാം. ഒന്ന് വെന്ത് വരണ വരെ, ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ. അധികം ബ്രൗൺ ആവണ്ട, ആ സവാളയൊക്കെ ഒന്ന് വെന്ത് വരണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി. അധികം എരിവൊന്നും വേണ്ട, കാരണം പിള്ളേർക്ക് കഴിക്കാനുള്ളത് കൊണ്ട് 1 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പാലക്ക് ഇതുപോലെ കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെക്കണം. അതായത് ഒരു കെട്ട ഞാൻ മേടിച്ച അത് ഫുള്ളിടാം. ഇത് കാണുമ്പോൾ കൂടുതൽ തോന്നും, ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറഞ്ഞു വരും. മറ്റൊരു നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പാലക്കിൻ്റെ ഇലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പാനിൽ വെച്ച് കാണിച്ചതാണ്. നമുക്കിത് കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് രണ്ട് കപ്പ് അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. ബാസ്മതി റൈസാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ മോട്ടർ റൈസിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് വരില്ല. ബാസ്മതി റൈസാണ്. 2 കപ്പ് ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഇടാം. നമ്മൾ ഈ കപ്പിലാണ് 2 കപ്പ് അരി ഇട്ടേക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. 1, 2, 3 കപ്പ് വെള്ളം. നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇടാം ആവശ്യത്തിന്. ഉപ്പ് എപ്പോഴും ഇച്ചിരി കൂടുതലുണ്ടാവണം, കാരണം നമ്മൾ
ഇത് വെള്ളത്തിലിടുമ്പോൾ കുറച്ച് കൂടുതലിടുമ്പോഴാണ് കഴിക്കുമ്പോൾ പാകത്തിന് വരില്ല. നല്ലപോലെ ഇളക്കിയിട്ട് കുക്കർ അടച്ചു വയ്ക്കുക. ഒറ്റ വിസിൽ മതി കേട്ടോ. ഒരു വിസിലാകുമ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ചോറ് വെന്തിട്ട് നമുക്കൊരു പ്ലേറ്റിൽ മാറ്റാം. നല്ല ചൂട് ചോറിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നമ്മുടെ ഈ പാലക് റൈസിൻ്റെ കൂടെ ഈ കപ്പലിൻ്റെ വറുത്ത കപ്പലിൻ്റെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കപ്പലിൻ്റെ മിക്സ് ചെയ്ത് എല്ലാവരും കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.